എവിടാ ഈ റൗണ്ടൊക്കെ അച്ഛനിങ്ങനെ നടക്കുമായിരുന്നു. ഇതാണ് തൃശ്ശൂർ റൗണ്ട്. റൗണ്ടിൽ കൂടെ ഇങ്ങനെ നടക്കും. ചില സമയത്തൊക്കെ പാര നടക്കും. എങ്ങനെയുണ്ട് സംഭവം? പൊളിയില്ലേ? നമ്മുടെ പുണ്യാള സിനിമയിലേക്ക് പോസിറ്റീവ് എനർജി കിട്ടും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ടോപ്പിക് ഉണ്ട്. അതൊക്കെ ഈ തേക്കിൻകാടിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള സംസാരമാണ്. അപ്പോൾ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ, നമ്മൾ ഇത്രയും ദൂരം വന്നു, അതിൽ എന്ത് കാര്യമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഡ്രോയിങ് കണ്ടത്, ഡ്രോയിങ് ചെയ്ത് കണ്ടത് ഇഷ്ടപ്പെട്ടു അല്ലേ? പിന്നെ ഇപ്പൊ നമ്മൾ എന്തിനാ വന്നെന്നറിയോ? ഇതാണ് കലോത്സവം. സ്കൂളുകളുടെ എല്ലാ സ്കൂളുകളും ഓരോരോ തലത്തിൽ മത്സരിക്കും. അങ്ങനെ സംസ്ഥാന തലത്തിൽ നമ്മുടെ കേരളം മുഴുവൻ ജില്ലകളിലെ സ്കൂളുകളിൽ ഏറ്റവും മികച്ച കുട്ടികളും മത്സരിച്ചിട്ട് അതിലിങ്ങനെ പോയിന്റ് നേടും. ആരെ ഫസ്റ്റ് അടിക്കാൻ തോന്നും, ആ ഫസ്റ്റ് അടിക്കുന്ന ടീമിന് ഒരു സ്വർണ്ണ കപ്പ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കുടിവെള്ളം കൊടുത്ത് അവർ തീ അണയ്ക്കാൻ മാത്രമല്ല വയറിൻ്റെ വിശപ്പും അണയ്ക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ 64ാമത് സ്കൂൾ കലോത്സവ വേദിയുടെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അങ്ങനെ തിളപ്പിച്ചാറിയ ഔഷധ വെള്ളം, ഞാനൊന്നെടുത്ത് കുടിക്കട്ടെ. തിളപ്പിച്ചാറിയ ഔഷധ വെള്ളം കുടിച്ചോടാ. അതല്ലേ? എത്ര സമയം വരെ ഉണ്ടായിരുന്നത്? ക്ലോസിംഗ് ഉള്ളതല്ലേ? പ്രോഗ്രാമിൻ്റെ തീരുമാനമല്ലേ? ഇതിലെല്ലാവർക്കും എന്താ പറയുക, ദാഹം ഫയർഫോഴ്സ് തീപിടുത്തത്തിന് മാത്രമല്ല ദാഹം മാറ്റാനും കൂടിയില്ലേ ഒരു മാതൃകയായിരിക്കുകയാണ് കേട്ടോ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ദാഹം മാറ്റുന്ന കൗണ്ടറിൽ നിന്ന് പോയി ദാഹം മാറ്റി. ഓക്കെ, അങ്ങനെ സെൽഫി എടുക്കാൻ ധൈര്യം കാണിച്ചവർക്ക്